എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ 3 ഗുണമൊന്ന് പറഞ്ഞു തരുമോ നബിയേ? ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന 3 ഗുണമൊന്ന് പറഞ്ഞു തരുവോ? ഈ സദസ്സിലിരിക്കുന്ന ഞാൻ ഉൾപ്പെടെ, ബഷീർ ഉസ്താദ് ഉൾപ്പെടെ നമ്മളെല്ലാവരും ഉമ്മയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിച്ച മക്കളാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, ഈ സദസ്സിലിരിക്കുന്ന നമ്മളെല്ലാവരും ഉമ്മാടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിച്ചിട്ടുള്ള മക്കളാണ്. മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കഴിക്കാത്ത ഒരു മകനുമില്ല, ഒരു മകളുമില്ല. ഇന്നും നമുക്ക് കൊതിയാണ്. അല്ലാഹുവേ, ഭാര്യ വാരി തന്നാല് നമ്മൾ കഴിക്കാൻ മടി കാണിക്കും. നമ്മുടെ പൊന്നാര മക്കള് വാരി തന്നാല്, കൂടപ്പറപ്പ് വാരി തന്നാല് കഴിക്കാൻ മടി കാണിക്കും. പക്ഷേ കറിയെല്ലാം ഒഴിച്ചിട്ട് ഉമ്മ തന്റെ കൈകൊണ്ട് സിമന്റ് കുഴയ്ക്കുന്നത് പോലെ ഉമ്മ തന്റെ കൈകൊണ്ട് ചോറും കറിയുമെല്ലാം ഇങ്ങനെ കുഴച്ചിട്ട് അല്ലാഹുവേ വാരിത്തന്നാ വാങ്ങിക്കഴിക്കാൻ ഒരു മടിയുമില്ല. കൊതിക്കുന്നവരാണ് നമ്മള്. ഈ പ്രായത്തിലും അതിനു വേണ്ടി കൊതിക്കുന്നവരുണ്ട്. എങ്കിൽ ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന 1ാമത്തെ ഗുണമെന്താ? ആയിഷ കാന യുത്ഇമുഹാ ബിയദിഹി. ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന 1ാമത്തെ ഗുണമെന്തെന്നറിയുമോ? ആ ചെറുപ്പക്കാരനായ സ്വഹാബി ചെറുപ്രായത്തില് ഉമ്മ ഇങ്ങോട്ട് ഭക്ഷണം വാരിക്കൊടുത്ത് വളർത്തിയ മകനാണ്. ഉമ്മാടെ കയ്യിൽ നിന്ന് ഒരുപാട് ഭക്ഷണം കഴിച്ചു വളർന്ന മകനാണ്. പക്ഷേ ആ പൊന്നുമോന് വളർന്നു കഴിഞ്ഞപ്പോ, ഉമ്മ രോഗം പിടിച്ച് കിടപ്പിലായപ്പോ, സ്വന്തം കൈകൊണ്ട് തിരിച്ച് ഉമ്മയ്ക്ക് ഭക്ഷണം വാരിക്കൊടുത്ത മകനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഉമ്മായിക്കും വാപ്പായിക്കും സ്വന്തം കൈകൊണ്ട് ഭക്ഷണം വാരിക്കൊടുത്ത മകന്. ഇനി നിങ്ങളെന്ന് തീരുമാനിക്ക്. മാതാപിതാക്കളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഈ സദസ്സിലിരുന്ന് കൈപൊക്കിയവരോട് ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഉമ്മയ്ക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഒരുരുള ഭക്ഷണമെങ്കിലും നിങ്ങളുടെ കൈ കൊണ്ട് വാരിക്കൊടുത്തിട്ടുണ്ടോ? ഒന്ന് കൈപൊക്കിക്കേ. വാപ്പായിക്കോ ഉമ്മായിക്കോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഭക്ഷണം വാരിക്കൊടുത്തിട്ടുള്ള മക്കള്? എന്തേ താത്ത നിന്റെ കൈ ഇപ്പൊ പൊങ്ങാത്തെ? ഇപ്പൊ എന്തേ നിന്റെ കൈ പൊങ്ങാത്തെ? നിനക്ക് എന്തേ സമയമില്ലാതെ പോയി? നിന്നെ നൊന്ത് പ്രസവിച്ച നിന്റെ ഉമ്മായിക്ക് നിങ്ങളൊന്ന് ചിന്തിക്ക്. സ്വന്തം പെറ്റ തള്ളയ്ക്ക് സ്വന്തം കൈ കൊണ്ട് ഒരു ഉരുള ഭക്ഷണം വാരിക്കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാ വാപ്പ? ഞാൻ കുറ്റപ്പെടുത്തല്ല, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങളുടെ അവസ്ഥ. നിങ്ങളുടെ ആ രംഗമൊന്ന് ചിന്തിച്ചു നോക്ക്. എന്തേ സമയമില്ല? നമുക്കാർക്കും അതിനുള്ള സമയമില്ല. മാതാവിനും പിതാവിനെയും പോയി കാണാൻ പോലും സമയമില്ലല്ലോ. ഇന്ന് മാതാപിതാക്കളെ കിളവി എന്ന് വിളിച്ചിട്ട് കളിയാക്കുന്ന മക്കളുടെ കാലം. പ്രായം ചെന്ന മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യാത്ത മക്കള് ഉമ്മയ്ക്ക് പ്രാന്താണെന്ന് പറഞ്ഞ് പ്രാന്താശുപത്രിയിൽ കൊണ്ട് അടച്ചിടുന്നു. അവസാനം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഉമ്മ എഴുതി വാങ്ങുന്നു, എനിക്ക് പ്രാന്തില്ല. റിപ്പോർട്ടും കൊണ്ട് വീട്ടിൽ ചെന്നപ്പോഴും മക്കള് പറയണു, ഉമ്മായിക്ക് പ്രാന്താ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കാലം എവിടെ എത്തി? എന്തേ ഉമ്മ, എന്തേ ആ പെങ്ങളെ നിനക്ക് സമയമില്ലായത്? നിന്റെ പെറ്റ തള്ളയ്ക്ക് നിന്റെ ജീവിതത്തിൽ ഒരിക്കലും 30ഉം 40ഉം വയസ്സായില്ലേ ഇത്ത? നിനക്കൊരിക്കലെങ്കിലും നിന്റെ പെറ്റ ഉമ്മായിക്ക് ഒരുരുള ഭക്ഷണം വാരി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാ നീ മോളെന്ന് പറഞ്ഞ് നിനക്ക് അല്ല സ്വർഗം വെറുതെ കിട്ടുമോ? അള്ളാന്റെ അടുക്കൽ നിന്ന് ഭക്ഷണം നിനക്ക് വെറുതെ വാങ്ങിക്കഴിക്കാൻ കഴിയോ? പലർക്കും പേടിയാ പോകാൻ. ഉമ്മാടെ മുന്നിൽ പോയി നിൽക്കാൻ നിങ്ങളിൽ പലർക്കും ധൈര്യമില്ല. കാരണം ഉമ്മയെ അത്രയ്ക്കും നമ്മൾ വേദനിപ്പിക്കുന്നവരാ. രോഗം പിടിച്ച് വേദനയോടെ കിടക്കുന്ന ഇന്ന് വൈകുന്നേരമെങ്കിലും നീ നിന്റെ വീട്ടിൽ പോ. രോഗം പിടിച്ച് കിടക്കുന്ന മാതാപിതാക്കളുടെ റൂമിൻ്റെ അകത്ത് നോമ്പ് തുറക്കാൻ സമയമാകുമ്പോ നിന്നെ കുളിപ്പിച്ച് നാരങ്ങ വെള്ളവും പിടിഞ്ഞു തന്ന് കാരക്കയും കയ്യിൽ തന്ന് പള്ളിയിലേക്ക് പറഞ്ഞു വിട്ട ഉപ്പാനെ ഉമ്മാനെ മറക്കാൻ പറ്റുമോ? ആദ്യമായിട്ട് നിന്നെ പള്ളി കൊണ്ടുപോയത് നിന്റെ വാപ്പയല്ലേ? വഅദിന്റെ സദസ്സിൽ ആദ്യമായിട്ട് നിന്റെ കയ്യിൽ പിടിച്ചു കൊണ്ടുവന്നത് നിന്റെ ഉമ്മയല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ വഅദ് കഴിഞ്ഞ് ഇന്ന് വൈകുന്നേരം നോമ്പ് തുറന്നിട്ട് ഉമ്മാടെയും ബാപ്പാടെയും റൂമിൻ്റെയിലേക്ക് ചെന്ന് മാതാപിതാക്കളുടെ കാലിൽ പിടിച്ചു പൊരുത്തം ചോദിക്കണം.
മാതാപിതാക്കളുടെ കാലിൽ പിടിച്ചു പൊരുത്തം ചോദിക്കണം. എല്ലാവരും കണ്ണിന് കാഴ്ച കുറയുന്നു ഉസ്താദെ, കണ്ണിന് കാഴ്ച കുറയുന്നു ഉസ്താദെ, ദുആ ചെയ്യണം. വാപ്പ കണ്ണിന്റെ കാഴ്ച ശക്തി തിരിച്ചു കിട്ടണോ? നിന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി ഒരു കണ്ണാടിയും വെക്കണ്ട, ഒരു മരുന്നും കഴിക്കണ്ട. റസൂലുള്ളാഹി തങ്ങൾ പറയാ, ഉമ്മാടെ മുഖത്ത് നോക്ക്, കണ്ണിന്റെ കാഴ്ച ശക്തി പോകില്ല എന്ന് ഹദീസിൽ കാണാം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. പെറ്റ തള്ളയില്ലേ, തൊലിയെല്ലാം ചിളങ്ങിപ്പോയ, മുടിയെല്ലാം നരച്ചുപോയ ആ കിളവി എങ്ങനെ നോക്കാനാ? ഇബാദത്തിന്റെ കൂലിയല്ലേ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, ഉമ്മയുടെ മുഖത്ത് നോക്കിയ ഇബാദത്തിന്റെ കൂലിയാണെന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പെറ്റ തള്ളയുടെ 2 കണ്ണുകൾക്കിടയിൽ ചുംബിക്കണ്ടേ ഉമ്മ? ചെറുപ്പക്കാരൻ, നിന്റെ ഉമ്മയുടെ നെറ്റിത്തടത്തിൽ, നിന്റെ ഉമ്മയുടെ കബളിൽ നിനക്ക് ആഗ്രഹമില്ലെങ്കിൽ ആ ഉമ്മയ്ക്ക് ആഗ്രഹമില്ലേ? എൻ്റെ മോനെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഏതുമ്മയാവുള്ളേ, ഏതുപ്പയാവുള്ളേ? അതുകൊണ്ട് ഇന്ന് വഅദ് കഴിഞ്ഞ് ഇന്ന് വൈകുന്നേര സമയം നോമ്പ് തുറക്കുന്ന സമയത്ത് വാപ്പയുടെയും ഉമ്മയുടെയും റൂമിൻ്റെ അകത്ത് പോയി കയ്യും കാലും പിടിച്ച് കരഞ്ഞുകൊണ്ട് ഉമ്മാനോടും വാപ്പയോടും പൊരുത്തം ചോദിക്കണം. എന്നിട്ട് അവരോട് ചോദിക്കണം, ഉമ്മ എനിക്കൊരാഗ്രഹമുണ്ട്, പറ്റില്ല എന്ന് നിങ്ങൾ പറയരുത്. വാപ്പ എനിക്കൊരാഗ്രഹമുണ്ട്, ഇല്ല എന്ന് നിങ്ങൾ പറയരുത്. എന്തേ മോനെ? ഉപ്പ നിങ്ങളുടെ കണ്ണടയുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും എൻ്റെ കൈ കൊണ്ട് എനിക്കൊന്ന് വാരിത്തരണം. ഉപ്പ ഈ കാണുന്ന ശരീരമൊക്കെ നിങ്ങൾ വാരിത്തന്നതാ. ഉമ്മ നിങ്ങൾ വാരിത്തന്ന ഭക്ഷണം, നിങ്ങളുടെ പാല് കുടിച്ചിട്ടാ ഉമ്മ ഞാൻ ഇങ്ങനെ ആയത്. ഉമ്മ എനിക്ക് മരിക്കുന്നതിന് മുമ്പ് എൻ്റെ ഉമ്മച്ചിക്ക് ഒരു നേരമെങ്കിലും, ഒരു പ്രാവശ്യമെങ്കിലും എനിക്കൊന്ന് ഭക്ഷണം വാരിത്തരണം. എൻ്റെ ഉമ്മച്ചിക്ക് അള്ളാഹുവെ ഭക്ഷണം വാരിത്തന്ന എനിക്ക് അള്ളാഹുവിൻ്റെ അടുക്കിൽ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം കിട്ടും. ഉമ്മാടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം എനിക്ക് കിട്ടും. അതുകൊണ്ടൊരവസരം തരണേ എന്ന് യാചിച്ചിട്ടെങ്കിലും ഇന്ന് പോയിട്ട് ഉമ്മായിക്കും വാപ്പായ്ക്കും ഭക്ഷണം വാരി കൊടുക്ക്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആയിഷ, ആ ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്ന 1-ാമത്തെ ഗുണം അതായിരുന്നു എന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറയുമ്പോൾ പല ഉപ്പമാരുടെയും കണ്ണ് നിറയുന്നുണ്ട്, പല ഉമ്മമാരും കരയുന്നുണ്ട്. ഉസ്താദെ, എൻ്റെ വാപ്പയും ഉമ്മയും ഇല്ലാതെ പോയല്ലോ, അവർ 2 പേരും മരണപ്പെട്ടു പോയല്ലോ, എനിക്കതിന് കഴിഞ്ഞില്ലല്ലോ. വാപ്പ നിനക്ക് അങ്ങനെ തോന്നിയല്ലോ, വാപ്പ മരിച്ചുപോയ ഉമ്മാനെ നിനക്ക് ഓർമ്മ വന്നല്ലോ, മരിച്ചുപോയ നിന്റെ വാപ്പാനെ നിനക്കൊന്ന് ഓർമ്മ വന്നല്ലോ. ജീവിച്ചിരുന്നിട്ട് ഇവിടെ തിരിഞ്ഞു നോക്കാത്ത മക്കളുടെ കാലത്ത് അത് മതി, നീ അവർക്ക് വേണ്ടി ദുആ ചെയ്. അള്ളാഹു അവരുടെയൊക്കെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവെ, മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കളുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ. അതുകൊണ്ട് ആ ചെറുപ്പക്കാരൻ, ആ സ്വഹാബി തൻ്റെ ഉമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുന്ന മകനായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാ ഇന്ന് പോയി ചെയ്യൂലേ? മാതാപിതാക്കൾക്ക് ഒരു വട്ടമെങ്കിലും ഭക്ഷണം വാരി കൊടുക്കുമെന്ന് നിയ്യത്ത് ചെയ്യണം. മക്കളൊക്കെ ഒന്ന് കൈവക്കിക്കേ. ഇന്നത്തെ വയല് കൊണ്ട് പ്രയോജനമുണ്ടോ നോക്കട്ടെ. ഒന്ന് കൈവക്കിക്കേ. ചില മക്കൾ പൊക്കൂല, ഞാൻ കൊടുക്കൂല, പിന്നെ ഇല്ലേ? നിങ്ങളെങ്ങനാ കൊടുക്കോ? മാതാവിനോ പിതാവിനോ ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ ഭക്ഷണം വാരി കൊടുക്കുമെന്ന് നിയ്യത്ത് ചെയ്യുന്നവർ കൈവക്ക്. പൊക്കിക്കോ. നീ പൊക്കിയില്ലെങ്കിൽ നാളെ നിന്റെ ഗതിയും ഇത് തന്നെയാ. നാളെ നിന്റെ ഗതിയും, നീ നിന്റെ മാതാപിതാക്കളോട് എന്ത് ചെയ്യുന്നു അതേ നിന്റെ മക്കളും നിന്നോട് തിരിച്ചു ചെയ്യൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ ഇന്ന് നിന്റെ ഉമ്മയ്ക്ക് ഒരു നേരം ഒരു ഭക്ഷണം വാരി കൊടുക്കാൻ നീ മടി കാണിക്കുന്നു. നീ മരിക്കാൻ കിടക്കുമ്പോൾ വെള്ളം ഊരി തരാൻ പോലും നിന്റെ മക്കളുണ്ടാകില്ല. വീട്ടിൽ നീ 6-7 പെറ്റിട്ടുണ്ടെങ്കിലും നീ മരിക്കാൻ കിടക്കുന്ന സമയത്ത് വെള്ളമൊഴിച്ചു തരാൻ ഒരെണ്ണത്തിൽ നീ ഉണ്ടെന്ന് പ്രതീക്ഷിക്കണ്ട, കരുതയും വേണ്ട. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വലം യസ്ഫിംഹാ കലാമുൻ ഖത്തു. ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന 2-ാമത്തെ ഗുണം, ഉമ്മയുടെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിക്കില്ലായിരുന്നു എന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. തൻ്റെ ഉമ്മാടെ മുന്നിൽ ശബ്ദം ഉയർത്തില്ലായിരുന്നു ആ ചെറുപ്പക്കാരൻ. നമ്മളാ ശബ്ദം ഉയർത്തണ പോയിട്ട് ഉമ്മാനെ ചീത്ത വിളിക്കും, തല്ലും, കിളവീനെ വിളിക്കണം. ഇതിനെന്താപ്പാ ഈ പ്രായം ചെന്നവർക്ക് എന്താ വിളിക്കുക ഇവിടെ? കിളവീന്ന് തന്നെ. ചില സ്ഥലങ്ങളിൽ വേറെന്തോ പേരാ വിളിക്കാം. കിളവീനെ വിളിക്കണേ. പ്രായം ചെന്ന ഉമ്മാനെ വാപ്പാരെയും ചീത്ത വിളിക്കണ മക്കൾ. നീ മദ്രസയിൽ പഠിച്ചതല്ലേ? അവരുടെ മുന്നിലൂടെ നടക്കരുത്, അവരുടെ മുന്നിൽ ഇരിക്കരുത്, അവരുടെ മുന്നിൽ ശബ്ദമുയർത്തരുതെന്ന് പഠിച്ചതല്ലേ? എന്തു പറ്റി? അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ ചേ എന്ന് പറയുന്ന വാക്ക്, ചേ, അതൊക്കെ എന്നാലോചിക്ക്. നമ്മൾ വിളിക്കണതാ. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു ചേ എന്ന് പറയുന്ന വാക്ക് പോലും പറയില്ലേ എന്ന് ഖുർആൻ പറയുമ്പോ, എന്നെ കല്യാണം കഴിഞ്ഞ് 2 മക്കളായപ്പോ നീ എന്താ നാലിച്ചയ്ക്ക് താത്താമാരൊക്കെ നിനക്കൊക്കെ ഇന്ന് ഭർത്താവും മക്കളും ആയി കഴിഞ്ഞപ്പോ നീ ഉമ്മാനെ ഭരിക്കാനായി പോയി. നീ ഉമ്മാനെ ഭരിക്കാൻ അല്ലേ? ഇന്ന് മക്കള് പലരും ഉമ്മാനെ ഭരിക്കുന്നവരാ.
മക്കൾ മാതാപിതാക്കളോട് പറയും, വല്ലതും കഴിച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം. ആരോട്? ജന്മം കൊടുത്ത വാപ്പയോട്, നൊന്ത് പ്രസവിച്ച ഉമ്മയോട്. നീ അത്രയ്ക്ക് വളർന്നുപോയി. നിങ്ങൾ ആലോചിച്ച് വയ്ക്കേ, ഇന്ന് നിനക്ക് പൈസയുണ്ട്, സുന്ദരിയായ ഭാര്യയുണ്ട്, നിനക്ക് നല്ല വീടുണ്ട്. ഇതൊക്കെ എവിടെ നിന്നുണ്ടായതാ? ഇടയ്ക്കൊന്ന് പഴയ കാലം ചിന്തിക്കണം. റോഡിലൂടെ തേരാപാര തെക്കുവടക്ക് നടന്നൊരു കാലുണ്ട് ജോലിയില്ലാതെ. അന്ന് നിന്റെ ഉമ്മ, അള്ളാഹുവെ പടച്ചവരെ, പള്ളിയിലെ ഉസ്താദന്മാരെ കാണുമ്പോൾ പറയും, എൻ്റെ മോനൊരു ജോലി കിട്ടാൻ ദുആ ചെയ്യണേ ഉസ്താദെ. അന്ന് കയ്യിലുള്ളതെല്ലാം കൊടുക്കും. ഉമ്മ തഹജ്ജുദ് നിസ്കരിച്ച് വാപ്പയും ഉമ്മയും പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്ത് ഒരിക്കൽ നിനക്കൊരു വിസ കിട്ടി. അങ്ങനെ നീ ആദ്യമായിട്ട് ഗൾഫിൽ പോയപ്പോൾ ഉമ്മാടെ കാല് പിടിച്ചു പൊരുത്തം ചോദിച്ച് കെട്ടിപ്പിടിച്ചു ദുആ ചെയ്യണേ ഉമ്മ എന്ന് പറഞ്ഞ് നിറകണ്ണുകളോടെ, അന്ന് നിനക്ക് ഭാര്യയില്ല, ആരുമില്ല, നിന്നെ എയർപോർട്ടിൽ കൊണ്ടുപോയി ഉമ്മ യാത്രയാക്കി. ഗൾഫിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നീ വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മ ഇവിടെ വല്ലാത്ത ചൂടാ ഉമ്മ, ഭക്ഷണം ഇല്ല ഉമ്മ, അറബി ഭയങ്കര ക്രൂരനാ ഉമ്മ, ശമ്പളം ഇല്ല ഉമ്മ. ഉമ്മ പറഞ്ഞു, മോനെ എല്ലാം ശരിയാകൂടാ, ഞാനില്ലേടാ, ഞാൻ ദുആ ചെയ്യാം മോനെ. നിനക്കൊരു ഒരു മഴത്തുള്ളി പോലെ നിന്റെ ഹൃദയത്തിലേക്ക് സമാധാനം തന്ന്, നിനക്ക് ധൈര്യം തന്ന് ഉമ്മ ദുആ ചെയ്ത് അറബിയുടെ മനസ്സ് വരെ മാറ്റി നിനക്ക് നല്ല ജോലിയായി, നല്ല സാലറിയായി. അങ്ങനെ നീ നല്ല നിലയിലായി. നീ ദുആ ചെയ്യുന്നതിനേക്കാളും നിന്റെ ഉമ്മ ദുആ ചെയ്തു, അല്ലാ എൻ്റെ മോന് നല്ല ഒരു ജീവിതം കൊടുക്കണേ തമ്പുരാനെ, ഒരു നല്ല പെണ്ണിനെ. നീയൊക്കെ വിചാരിക്കുന്ന നിന്റെ ദുആ കൊണ്ടാ നിനക്കൊക്കെ നല്ല ജീവിതം കിട്ടി. നല്ലുമ്മ ഇല്ല പെണ്ണെ, നിന്റെ ഉമ്മാടെയും വാപ്പാടെയും ദുആയാ അങ്ങനെ നിനക്കൊരു നല്ല ജീവിതം കിട്ടി. ഒരു ഗൾഫുകാരനെ തന്നെ ഭർത്താവായി കിട്ടി. നിനക്ക് ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നൻ്റെ മോളെ തന്നെ പെണ്ണായി കിട്ടി. വിവാഹമൊക്കെ കഴിഞ്ഞു. അള്ളാഹുവെ, നിന്റെ ഉമ്മ പിന്നെയും ദുആ ചെയ്തു, അല്ലാ എല്ലാവർക്കും കുട്ടികളായി, എൻ്റെ മോനൊരു കുഞ്ഞിനെ കൊടുക്കണേ. നീ ദുആ ചെയ്യില്ല, നിങ്ങൾ ദുആ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ദുആ ചെയ്ത് ഉമ്മയും ബാപ്പയുമാ. അങ്ങനെ നിനക്ക് നല്ല ഒരു സന്താനത്തിനെ കിട്ടി. അത് കഴിഞ്ഞപ്പോൾ ഉമ്മ ദുആ ചെയ്തു, അല്ലാ എൻ്റെ മോന് കയറി കിടക്കാൻ സ്വന്തമായിട്ടൊരു വീട്. ഉമ്മാടെ ദുആ കൊണ്ട് നിനക്ക് വീടും കിട്ടി. അങ്ങനെ ഈ നാട്ടിലൊരു മനോഹരമായ വീട് വെച്ച് കഴിഞ്ഞപ്പോൾ അൽഹംദുലില്ലാ, ഭാര്യയുടെ വീട്ടുകാരായി, കൂട്ടുകാരായി, ആൾക്കാരായി, ബന്ധുക്കളായി എല്ലാം ആയി കഴിഞ്ഞപ്പോൾ പാപ്പാനെ ഉമ്മാനെയും കൊണ്ടുവന്ന് വീടിൻ്റെ അകത്ത് വെച്ചിട്ട് പറയാ, ഇനി വല്ലതും കഴിച്ചിട്ട് 2 എണ്ണം ഈ വീടിൻ്റെ അകത്ത് ഒതുങ്ങി കഴിഞ്ഞോണം. ഇത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മക്കള് മാതാപിതാക്കളെ ഭരിക്കുന്നത് കണ്ട തലയിലേക്ക് ഇത് മുഴുവനും ഇടിഞ്ഞു വീഴാൻ സമയമായെന്ന. അത്രയ്ക്ക് വളർന്നു പോയില്ലേ? നീ അത്രയ്ക്കും അങ്ങ് വളർന്നുപോയി. വാപ്പാനെ നന്മ പഠിപ്പിക്കാൻ, വാപ്പാനെ നേർമാർഗത്തിലേക്ക് കൊണ്ടുപോകാൻ നീ അത്രയ്ക്കും വളർന്നുപോയി. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഉമ്മാടെ ജോലി എന്തെന്നറിയോ? ഞാനിത് പറയുമ്പോൾ നിങ്ങളിൽ പലർക്കും ഇഷ്ടപ്പെടില്ല. സത്യമാണ് ഞാൻ പറയുന്നത്. ഇന്ന് ഉമ്മമാരുടെ ജോലി എന്താ? ഗൾഫിൽ പോയി നല്ല നിലയിലായപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ എന്നെ ഒന്ന് കൊണ്ടുപോടാ, ഞാൻ അറബി. ഉമ്മ അവിടെ വിസ ഒന്നുമില്ല, റൂമൊന്നുമില്ല, എന്തൊക്കെയാ പരാതിയില്ലേ? ഉമ്മ എത്രയോ കാലം കൊണ്ട് ചോദിക്കുന്നു ഒന്ന് കൊണ്ടുപോകാൻ. ഉമ്മയെ കൊണ്ടുപോകില്ല. പക്ഷെ പെണ്ണ് കെട്ടി 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഓളെ അങ്ങ് കൊണ്ടുപോയി. അപ്പോൾ വീടും വന്നു, വിസായും വന്നു, എല്ലാം വന്നു. വേണ്ടാന്ന് ഞാൻ പറയണില്ല, നല്ല കാര്യം. ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് ജീവിക്കണം, അതങ്ങനെ തന്നെ. പെണ്ണ് കെട്ടി 3 കൊല്ലം 4 കൊല്ലം ഗൾഫിൽ പോയി കിടന്നിട്ട് വരുന്ന കാര്യമില്ലല്ലോ. അപ്പം നീ നിന്റെ ഭാര്യ അവിടെ കൊണ്ടുപോയി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം മോൻ പ്രത്യേകം ഉമ്മായോട് വലിയ സ്നേഹം വിളിച്ചിട്ട് പറയണം, ഉമ്മ വിസയൊക്കെ റെഡിയായിട്ടാ, ഉമ്മച്ചി വരണേ. ഉമ്മ എല്ലാവരോടും പറയാൻ തുടങ്ങി, എൻ്റെ മോൻ എന്നെ ഗൾഫിൽ കൊണ്ടുപോകാം, എൻ്റെ മോൻ എന്നെ മറന്നില്ല, വലിയ സ്നേഹവാ. ഉമ്മ ഇങ്ങനെ പറഞ്ഞ് അവസാനം ദുആയൊക്കെ ചെയ്തിട്ട് ഉമ്മ ഫ്ലൈറ്റിൽ കയറി ആദ്യമായിട്ട് അങ്ങ് പോയി. എയർപോർട്ടിൽ പോയി ഇറങ്ങി. മകൻ തൻ്റെ വണ്ടിയുമായി വന്ന് ഉമ്മാനെ വിളിച്ചു, ഫ്ലാറ്റിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴാണ് ഉമ്മായിക്ക് കാര്യം മനസ്സിലായത്. ഇവൻ ഉമ്മാനെ കൊണ്ടുപോയത് ഉമ്മായോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, ഇവൻ്റെ ഭാര്യ ഗർഭിണിയാ, പ്രസവിക്കാറായി, പേരെടുക്കാൻ കൊണ്ടുപോയതാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. കാരണം വേറെ ഒരുത്തിയെ വിളിച്ച പൈസ കൊടുക്കണം. ഈ തള്ളയ്ക്കാകുമ്പോൾ തിന്നാൻ വല്ലതും കൊടുത്താൽ മതി, ഒരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞത് സത്യമാണ്. നിങ്ങൾ ചിന്തിക്ക്, പല ഉമ്മമാരുടെയും ജോലി ഇന്ന് പേരെടുക്കല. ഇത് തന്നെ. അല്ലെങ്കിൽ തൻ്റെ മരുമോളുടെ മക്കളെ നോക്കൽ, ഇതന്നെ. പല ഉമ്മമാരുടെയും ജോലി ഇന്ന് അത് തന്നെ. ഇവളുമാരിങ്ങനെ പോകും, ഉമ്മ മക്കളെ നോക്കി വീട്ടിയിരുന്നോണം, അവർക്ക് നോക്കാൻ സമയമില്ല. വീട്ടിലെ വേലക്കാരിയുടെ ജോലിയായി ഉമ്മയ്ക്ക്. കാരണം അവള് തമ്പുരാട്ടിയാണ്, കാലിൻ്റെ മുകളിൽ കാലം കയറ്റി അവിടെ ഇരുന്ന് ഓർഡർ ഇട്ടാൽ മതി, ജഡ്ജിയെ പോലെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ വാപ്പ നല്ല പോസ്റ്റിലാട്ടാ, വാപ്പ നല്ല ഹൈ ലെവലാ, VVIP-യാ. ഇവിടെ ഒരു വീട് കെട്ടിയിട്ടിട്ടുണ്ട്. അവനും പെണ്ണും പിള്ളയ്ക്കും താമസിക്കാൻ വേണ്ടി 2 നിലയുള്ള കൊട്ടാരം, 5-6 റൂം. എന്നിട്ട് ഇവൻ ഗൾഫിലാ, ഭാര്യയും മക്കളും ഇവിടെ. വൈകുന്നേരം ആകുമ്പോൾ വാപ്പാനെ വിളിച്ചിട്ട് പറയും, ഒന്ന് പോയി കാവല് കിടന്നേക്കണം കേട്ടാ, ആ വീടിന് ATM-ന് കാവലിരിക്കണം പോലെ. വാപ്പാടെ ജോലി ഇന്ന് മക്കളുടെ വീടിന് കാവല് കിടക്കല. എന്നാൽ വയസ്സാം കാലത്ത് ആ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് കിടക്കാൻ പറ്റുമോ? നിങ്ങൾ ആലോചിക്ക്. ആ ഭാര്യയ്ക്കും ഭർത്താവിനും വയസ്സാം കാലത്ത് താങ്ങും തണലുമാകേണ്ട പ്രായത്ത് ആരാരുമില്ല, മക്കളുമില്ല, കൂടപ്പുറപ്പുമില്ല, ആരുമില്ല, ആരോഗ്യവുമില്ല.
ആ രോഗം പിടിച്ച് കിടക്കുന്ന സമയത്ത് വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഒരു റൂമിൻ്റെ അകത്ത് കിടന്ന് പരസ്പരം ഒന്ന് പഴയ കാര്യങ്ങളൊക്കെ പറയാനും പരാതികൾ പറയാനും അവർക്കൊന്ന് സമാധാനിക്കാൻ അതിനും നമ്മൾ അനുവദിക്കൂല. അത്രയും വലിയ ദ്രോഹികളായി ഇന്നത്തെ മക്കൾ. സ്വന്തം വാപ്പാനെ ഉമ്മാനെ ഒരു റൂമിൻ്റെ അകത്ത് കിടക്കാൻ പോലും അനുവദിക്കാത്ത അക്രമികാരികളായ മക്കളുടെ കാലവ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഭരിക്കണമെങ്കിൽ വീട്ടിൽ നിന്റെ പെണ്ണും പിള്ളയുണ്ട്, അവിടെ പോയി ഭരിക്ക്. നിന്റെ രക്തത്തിൽ പിറന്ന നിന്റെ മക്കളുണ്ട്, നീ അവരെ ഭരിക്ക്. നിന്റെ വാപ്പാനെയും ഉമ്മാനെയും ഭരിക്കാൻ നീ വളർന്നിട്ടില്ല. ഉള്ള കാര്യം ഞാൻ പറയാം നിങ്ങളോടും. നീ എത്ര വലിയ കോടീശ്വര അംബാനിയുടെ മോളായാലും ഭാര്യയായാലും നിന്റെ ഉമ്മാനെ ഉപ്പാനെയും നീ അവരുടെ മുന്നിൽ നിന്റെ ശബ്ദം ഉയർത്തിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ നിന്റെ നാവ് പൊങ്ങുമെന്ന് നീ സ്വപ്നത്തിൽ പോലും കരുതണ്ട. ആ നാവ് കൊണ്ട് എന്തായാലും നിനക്ക് പറ്റൂല. ഉമ്മാനെ ഉപ്പാടെയും മുന്നിൽ നിന്റെ നാവ് ഉയരരുത്, നിന്റെ ശബ്ദം ഉയരരുത്. നിന്റെ ശബ്ദം താഴ്ത്തിയിട്ട് നിന്റെ പവറും നിനക്ക് നിന്റെ ഭർത്താവിനോട് കാണിച്ചോണം, നിന്റെ മക്കളോട് കാണിച്ചോണം. അല്ലാതെ നിന്റെ വാപ്പാടെയും ഉമ്മാടെയും നെഞ്ചത്ത് കയറാൻ നീ നിന്ന അള്ളാഹു നിങ്ങളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഈ പ്രതിഫലം നിനക്ക് വേണോ? ഈ പ്രതിഫലം നിനക്ക് വേണോ? അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, സഹാബ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, വലം യസ്തഫിമാ കലാമുൻ ഖത്തു. ആ ചെറുപ്പക്കാരൻ തൻ്റെ ഉമ്മയുടെ മുന്നിൽ ശബ്ദമുയർത്താത്ത മകനായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ കാര്യം അവിടെ നിന്ന് പറഞ്ഞു, ഹത്താ കാന യസ്അലു മൻ ഇൻദഹ ബഅദ അൻ യഖ്റുജ മാദാ ഖാലതു ഉമ്മി. തൻ്റെ ഉമ്മാനെ കാണാൻ ആരെങ്കിലും വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ, ഉമ്മയെ കാണുന്നതിന് വേണ്ടി വീട്ടിലേക്ക് ആരെങ്കിലും വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഈ ചെറുപ്പക്കാരെ ഉമ്മ കാണാതെ ഇറങ്ങിപ്പോകും. ഈ ചെറുപ്പക്കാരെ ഉമ്മ കാണാതെ ഇറങ്ങിപ്പോകും. എന്നിട്ട് ആ പോകുന്നവരോട് ചോദിക്കും, എൻ്റെ ഉമ്മ വല്ല പരാതിയും പറഞ്ഞോ? എൻ്റെ വീടിൻ്റെ അകത്ത് ഉമ്മയ്ക്ക് വല്ല കുറവുണ്ടോ? ഉമ്മ എന്നോടൊന്നും പറയാറില്ല. എൻ്റെ ഉമ്മയ്ക്ക് എന്തെങ്കിലും കുറവുണ്ടോ, വല്ല വിഷമമുണ്ടോ, ഒന്ന് പറ, ചെയ്തു കൊടുക്കാനാ. അള്ളാഹുവേ, തൻ്റെ വീട്ടിൽ വന്ന് ഉമ്മാനെ കണ്ടിട്ട് പോകുന്നവരുടെ പുറകെ നടന്ന് ചോദിച്ചറിഞ്ഞ് അത് ചെയ്തു കൊടുക്കുമായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വീട്ടിൽ വന്നിട്ട് പോകുന്നവരോടൊന്നും ചോദിക്കാൻ പോണ്ട, ഉമ്മ പറയുന്നതെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുത്താൽ മതി. അത്രയേ ഉള്ളൂ. ഉമ്മായും വാപ്പായും പറയുന്ന കാര്യങ്ങളെങ്കിലും, മോനെ പ്രഷറിൻ്റെ ഗുളിക തീർന്നു പോയടാ, ഇത്തിരി വാങ്ങിത്താ. എന്താ നിങ്ങളിപ്പോൾ ചോറിന് പകരം പ്രഷറിൻ്റെ ഗുളിക തിന്നണേ? നമ്മൾ ചോദിക്കണ ചോദ്യം അതാ. 150 രൂപ അല്ലെങ്കിൽ 60 രൂപയുടെ മാത്രം വിലയുള്ള ഒരു ടാബ്ലറ്റ് വാങ്ങിത്തരാൻ പറയുമ്പോൾ പോലും നമ്മൾ ചോദിക്കും, ചില മക്കൾ ചോദിക്കും, ഇപ്പം ചോറല്ലേ തിന്നണേ, എന്താ ഇതെങ്ങനെ വാരി തിന്നണേ, എന്താ ഈ പൈസ എവിടെ നിന്ന് വരുന്നയാ? ചോദിക്കാ. 150 രൂപയുടെ ഒരു ഗുളിക വാങ്ങിക്കൊടുക്കാൻ നന്നാവോ ഉമ്മ? നന്നാവോ? നീ പോയി നിന്റെ ഉമ്മാനെ കണ്ടിട്ട് എത്ര നാളായി? നിനക്കിന്ന് വീടായി ഭർത്താവൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പെറ്റ തള്ളയെ പോയി നോക്കാൻ ഒരു ദിവസം നിന്റെ ഉമ്മാന് ഖിദ്മത്ത് ചെയ്യാൻ നിനക്ക് വയ്യ. നിന്റെ മക്കള് നിനക്ക് ഖിദ്മത്ത് ചെയ്യാൻ കാത്തിരുന്നു. നിന്റെ മക്കള് നിന്നെ പൊന്നും പോലെ സ്വർണ്ണക്കട്ടയിലിട്ട് വളർത്തുമെന്ന് നീ വിചാരിച്ച? പെറ്റ തള്ളയെ തിരിഞ്ഞു നോക്കാത്ത, സ്വന്തം വാപ്പാനോട് ഒരു കരുണയും ഒരു പരിഗണനയും കാണിക്കാത്ത നിനക്ക് നിന്റെ ഭർത്താവും മക്കളും മതി. അവരാ നിന്റെ ലോകം. പ്രായം ചെന്നവരൊക്കെ എന്ത് ചെയ്യാനില്ലേ? എൻ്റെ പൊന്നു പെങ്ങളെ, നാളെ നിന്റെ ഗതിയും ഇത് തന്നെയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, അവർക്ക് വേണ്ടി ദുആ ചെയ്യേണ്ട, അവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു മജ്ലിസാണ് ഈ മജ്ലിസ്. മാസമാണ് ഈ മാസം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മളെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട്, ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും, വല്ലാതെ എനിക്കിപ്പോഴും ദുഃഖമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പിതാവ് ഷാബാൻ 25 കഴിഞ്ഞ ആഴ്ചയായിരുന്നു എൻ്റെ ഒപ്പം മരണപ്പെട്ടു പോയതിൻ്റെ ആണ്ട്. വലിയ വേദനയുണ്ട്. ആ മനുഷ്യന് ഒരു ദിവസം പോലും ഖിദ്മത്ത് ചെയ്യാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടില്ല. കാരണം ഞാൻ പഠിച്ചിറങ്ങിയതിൻ്റെ 3-ന്റെ അന്നാണ് എൻ്റെ വാപ്പ മരണപ്പെട്ടു പോയത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മക്കൾ, ഞങ്ങളുടെ മാതാപിതാക്കളെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ജീവിച്ചിരിക്കണ കാലത്തല്ലേ ഉള്ളൂ. നിങ്ങൾ ചിന്തിച്ചാൽ മതി, നമ്മളെ മോനേന്ന് വിളിക്കാൻ നമ്മുടെ ഉമ്മയല്ലേ ഉള്ളൂ. എത്ര രോഗം പിടിച്ച് കിടക്കുകയാണെങ്കിലും രാത്രി വീട്ടിൽ കയറി ചെല്ലുമ്പോൾ, അല്ലാ എൻ്റെ മോൻ വന്നോ, അതൊരു വല്ലാത്ത ചോദ്യമാണ്. ഉമ്മ നമ്മളെ വഴക്ക് പറഞ്ഞാലും നമ്മൾ തിരിച്ചൊന്നും പറയൂല. സന്തോഷം. വീട്ടിൽ രാത്രി 12 മണിക്ക് കയറി ചെല്ലുമ്പോൾ നമ്മുടെ ഭാര്യ ചോദിക്കും, ഇത്രയും നാൾ എവിടെ പോയിരുന്നു? വഴക്ക് പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും. എന്നാൽ ഉമ്മ ചോദിക്കും, ഉറക്കവും ഇല്ല, തിന്നാതെ ഇങ്ങനെ നടക്കായില്ലേടാ. അത് പറയുമ്പോഴും മനസ്സിൽ വല്ലാത്തൊരു കുളിർമയാണ്. ഉമ്മ വഴക്ക് പറഞ്ഞാൽ അതിലൊരു സന്തോഷമാണ്. അവസാനം ആരുറങ്ങിയാലും, നമ്മുടെ ഭാര്യ ഇറങ്ങിയാലും ഉമ്മ ഉറങ്ങൂല. എൻ്റെ മോനെ കണ്ടില്ലല്ലോ എന്ന് നമ്മുടെ ഉമ്മമാർ കാത്തിരിക്കും. എൻ്റെ പ്രിയമുള്ളവരെ, അങ്ങനെയുള്ളവരെ നമ്മൾ ഒരിക്കലും വേദനിപ്പിക്കരുത്. നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ അവരെ ദ്രോഹിക്കരുത്.
നിനക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ നീ ചെയ്, സഹായിക്കാൻ കഴിയുമെങ്കിൽ നീ, ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ആ പാവങ്ങളെ കണ്ണുനീര് കുടിപ്പിക്കരുത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മാതാപിതാക്കൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയോ അത്രയും നല്ല കാര്യങ്ങൾ. മരണപ്പെട്ടു പോയവർ നമ്മൾ ഒരിക്കലും മറക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റമളാൻ മാസമാണ്, മുത്തുനബി പറഞ്ഞു, മരണപ്പെട്ടവരുടെ ആത്മാക്കളുടെ വെള്ളിയാഴ്ച രാവിലെ വീടിൻ്റെ മുകളിൽ വരുമെന്ന്. വീടിൻ്റെ മുകളിൽ വന്നിട്ട് അവർ പറയും, മക്കളെ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടിൻ്റെ അകത്താടാ നീ താമസിക്കണേ, എൻ്റെ വസ്ത്രമാ നീ ധരിച്ചിരിക്കണേ, എൻ്റെ പണത്തിലാ നീ പൊളിച്ചു നടക്കുന്നത്, മക്കളെ എൻ്റെ കടമൊന്ന് വിട്ടടാ, എൻ്റെ കടമൊന്ന് വിട്ടടാ. മരിച്ചുപോയവരുടെ ആത്മാക്കളുടെ ആകാശത്ത് വീടിൻ്റെ മുകളിൽ വന്നിട്ട് പറയുമത്രേ, കടം വീട്ടാതെ വന്ന മക്കള്, മാതാപിതാക്കള് സദക്ക കൊടുക്കാൻ മനസ്സ്, മാതാപിതാക്കൾക്ക് വേണ്ടി സദക്ക കൊടുക്കാത്ത മക്കളുടെ കാലവാ. അവർ പറയുമത്രേ, മോനെ, നിനക്ക് പൈസ കൊടുക്കാൻ മടിയാണെങ്കിൽ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യടാ എന്ന് മരിച്ചുപോയവർ പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കളുടെ മണ്ണറ അല്ലാഹു മണീറയാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതകാലം മുഴുവനും നമുക്ക് അവർക്ക് വേണ്ടി എന്ത് ചെയ്താലും അവർ നമുക്ക് വേണ്ടി സഹിച്ചതിൻ്റെ ഒരു ദിവസത്തെ രാത്രിയുടെ പോലും ആകൂല. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ ഞാൻ ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട്, പാവപ്പെട്ട രോഗികൾ, ആരാരുമില്ലാത്ത ഡയാലിസ് എന്ന് പറയുന്ന വല്ലാത്തൊരു അവസ്ഥ, അൽഹംദുലില്ലാ, അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിനൊരു താങ്ങാകാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? നിങ്ങളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും സഹോദരി, നിന്റെ ശരീരത്തിൽ കിടക്കുന്ന സ്വർണ്ണമൊക്കെ നിന്റെ വാപ്പാടെ വിയർപ്പല്ലേ, നിന്റെ വാപ്പയുടെ രക്തം വിയർപ്പാക്കിയതല്ലേ? ആ മനുഷ്യൻ നിന്നെ കഷ്ടപ്പെട്ട്, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നിന്നെ വളർത്തിയെ, നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കി തന്നത്. പക്ഷേ ഇന്ന് നിനക്ക് തിരിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, നിന്റെ ഉപ്പയുടെ 6 അടി മണ്ണ് സ്വർഗമാക്കാൻ നിനക്ക് കഴിയില്ലേ? നിന്റെ ഉപ്പാടെയും ഉമ്മാടെയും മണ്ണറ മണിയറയാക്കാൻ നിനക്ക് കഴിയില്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പാവപ്പെട്ടവരെ പരിചയപ്പെടണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ പാവപ്പെട്ടവരെ പരിചയപ്പെടണം. ഈ നാട്ടിലെ പണക്കാരാണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ നാട്ടിലെ പാവങ്ങളാരാ? ഈ നാട്ടിലെ പാവപ്പെട്ടവനാരാ നമുക്കറിയില്ല. എല്ലാവർക്കും പണക്കാരെയാണ് പരിചയം. എങ്കിലും മുത്തുനബി പറഞ്ഞത്, നിങ്ങൾ പാവപ്പെട്ടവരെ പരിചയപ്പെടണേ, നിങ്ങൾക്ക് പ്രയോജനമുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഗതിയും പരഗതിയുമില്ലാതെ ഒരു ആഴ്ചയും അല്ലാഹുവേ പടച്ചവനെ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരുപാട് രോഗികളുണ്ട്. ആ രോഗികൾക്കൊരു താങ്ങാകാൻ വേണ്ടിയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, നാളെ പരലോകത്ത് കടന്നു ചെല്ലുമ്പോൾ സ്വഹാബികൾ നബിയോട് ചോദിച്ചു, പാവപ്പെട്ടവനെ പരിചയപ്പെട്ടാലുള്ള പ്രതിഫലം എന്താ? പാവപ്പെട്ടവനെ പരിചയപ്പെട്ടാലുള്ള പ്രതിഫലം എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാളെ പരലോകത്ത് നിൽക്കുമ്പോൾ ഈ പാവപ്പെട്ടവരോട് അല്ലാഹു പറയുമത്രേ, നിനക്കിഷ്ടമുള്ളവരെ നീ സ്വർഗത്തിൽ കൊണ്ടുപോ, നിന്നെ സഹായിച്ചവരെ നീ സ്വർഗത്തിലേക്ക് കൊണ്ടുപോ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നാളെ പരലോകത്ത് വെച്ചിട്ട് ഈ പാവപ്പെട്ടവരോട് അള്ളാഹു പറയും, നിങ്ങളെ സഹായിച്ച നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ നിങ്ങൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോ, അവർക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള അർഹത അള്ളാഹു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അള്ളാഹു ഒറ്റ പ്രതിഫലം നിനക്ക് വാഗ്ദാനം ചെയ്തു. അള്ളാഹു ഒരേ ഒരു പ്രതിഫലം നിനക്ക് വാഗ്ദാനം ചെയ്തു. നിന്റെ കയ്യിൽ കിടക്കുന്ന സ്വർണം, ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു കിഡ്നി തകർന്നു പോയ ഒരു രോഗിക്ക് ഒരാഴ്ചയിലെ മരുന്ന് വാങ്ങാനുള്ള പൈസയായ ഉമ്മാ, നിനക്ക് അല്ലാഹു തന്ന പ്രതിഫലം, നീ മരിക്കുമ്പോൾ സ്വർഗം കണ്ടട്ടെ മരിക്കൂ എന്ന് അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. കണ്ണ് തെള്ളി വായിലൂടെ പതയും നുരയും ഒലിപ്പിച്ച് മുഖം കറുത്ത് കിടന്ന കിടപ്പി കിടന്ന് ചാകണ്ടവളല്ല ഉമ്മ നീ നല്ലതുപോലെ വെള്ളിയാഴ്ച രാവിലെ ചിരിക്കുന്ന മുഖത്തോടെ മുഖം പ്രകാശിച്ച് കാണാൻ വരുന്നവരെ കൊതിപ്പിച്ചിട്ട് മരിക്കണം ഉമ്മ. അതിന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അള്ളാഹു പറഞ്ഞു നിനക്ക് നല്ല മരണം തരാമെന്ന്. നിനക്ക് വേണമെങ്കിൽ ഒരു സദഖ കൊടുക്ക്, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.